ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ? കാരപ്പനിയാരം കേട്ടോ. തമിഴ്നാടിൻ്റെ സ്പെഷ്യലാണ് പനിയാരം. അതിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാരപ്പനിയാരം. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി മാവാണിത്. ഇഡ്ഡലി മാവ് ഇതുണ്ടോ, ഇത്രയും തിക്കായിരിക്കണം. കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ വീഴുന്നുണ്ടോ? ഇത്രയും തിക്കായ നല്ല തരിയുള്ള ഇഡ്ഡലി മാവ് വേണം. അത് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ നമുക്ക് ഇഡ്ഡലി മാവിനകത്തേക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു സവോള ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്നത്, കുറച്ച് കറിവേപ്പില, 2-3 വറ്റൽമുളക് എരിവിനനുസരിച്ചിട്ട് ചെറുതായിട്ട് മുറിച്ചത്, കുറച്ച് കടലപ്പരിപ്പ്, പിന്നെ ഇത് മല്ലിയില അതൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ ചെറുതായിട്ട്, കുറച്ച് ക്യാരറ്റ് അത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്, കുറച്ച് തേങ്ങാക്കൊത്ത്. ഇത്ര ഐറ്റംസ് ഇട്ടിട്ട് നമുക്കിപ്പം പനിയാരം പെട്ടെന്നൊന്ന് ശരിയാക്കി എടുക്കാം. വളരെ ഈസി ആട്ടോ, നല്ല ടേസ്റ്റി. ആദ്യം നമുക്ക് ഈ പാൻ ഒന്ന് ചൂടാക്കി അതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് കടുക്. ഈ കടുകിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഉഴുന്നും കൂടി മിക്സാണ് കേട്ടോ. അതുകൊണ്ട് ഉഴുന്ന് പരിപ്പ് ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നില്ല. ചെറിയ മണം, ആ ഉഴുന്നിൻ്റെ ഒരു മണം എന്തായാലും അപ്പം അതിന് വരും. കടുക് പൊട്ടിയതിന് ശേഷം കടലപ്പരിപ്പ്, തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. സവോള ചെറുതായിട്ട് മുറിച്ച്, ചുവന്ന മുളക്, കറിവേപ്പില, ക്യാരറ്റ്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല, ഇഡ്ഡലി മാവിൻ്റെ അകത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ഉപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. ഉപ്പ് ഇതിൻ്റെ അകത്താട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആ ഇഡ്ഡലി മാവിനും കൂടിയുള്ള ഉപ്പാണ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ മാവിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഉപ്പിടുന്നില്ല. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു പരിപ്പും തേങ്ങയും വെളുത്തുള്ളിയും വെളുത്തുള്ളി സവോള, കറിവേപ്പില എല്ലാം കൂടിയിട്ട് മൊരിയുന്നതിൻ്റെ നല്ലൊരു മണം. ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കാനുണ്ട്, മല്ലിയില. ഇത്രയും മതി. ഇപ്പോൾ ഒരു പകുതി ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇനി മല്ലിയില ഇട്ട് കൊടുക്കാം. ആ മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം ഒരുപാട് ഫ്രൈ ആക്കണ്ട. അതൊന്ന് വാടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് അമങ്ങി കഴിയുമ്പോൾ നമുക്കിത് എടുത്തിട്ട് മാറ്റി വെക്കാം. ഫ്രൈ ചെയ്ത് വെച്ച എല്ലാം തണുത്തു. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് മാവിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. നല്ല കളർഫുൾ ആയിട്ടില്ലേ? ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ആയതിന് ശേഷം ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് പാകമാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കണം. പനിയാരത്തിൻ്റെ കല്ലിന് ഇവിടെ വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട്. കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒരു ടേസ്റ്റ് ഇതിന്. ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ നിറച്ച് എണ്ണ ഒഴിക്കണ്ട. കുറച്ച് ഇതിൻ്റെ ഒരു അടിയിൽ കുറച്ച് കിടക്കത്തക്ക രീതിയിൽ മാത്രം ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. പനിയാരക്കല്ല് നന്നായിട്ട് ചൂടായി. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഓരോ സ്പൂണ് വെച്ച് കുറേശ്ശെ കോരി ഒഴിക്കാം. ഇനി ഇതൊന്ന് മൂടി വെക്കാം. കാരപ്പനിയാരം റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടണം. തിരിച്ചിടാൻ വേണ്ടി ഒരു സ്പൂണിൻ്റെ ബാക്ക് വശം, അതായത് പിടിക്കുന്ന സ്ഥലമില്ലേ, പിടി വെച്ചിട്ട് വേണം ചെയ്യാൻ.
ഇവിടെയാണ് നമുക്ക് കുറച്ച് ഒട്ടിപ്പോയത്. വാവ്. ഇതിപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ചെറിയ തീയിലാട്ടോ വയ്ക്കേണ്ടത്. ഫ്ലെയിം കൂട്ടി വയ്ക്കൽ കരിഞ്ഞു പോകും. ആദ്യം തൊട്ടേ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് റെഡി ആയോന്ന് നോക്കാം നമുക്ക്. വെന്തു കേട്ടോ. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ചൂട് പനിയാരോ തേങ്ങാ ചട്നി അല്ലെങ്കിൽ കാരച്ചട്നി, നല്ല കോമ്പിനേഷൻ. ഇനി നമുക്ക് ബാക്കി കൂടി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ, ഇതിൻ്റെ മോൾ ഭാഗം വെന്തിട്ടില്ല. തിരിച്ചിടുമ്പോൾ അത് ശരിക്കും വെന്തോളും. റെഡിയായി, നമ്മുടെ പനിയാരോ റെഡിയായി. കൂടെ